കൗൺസിൽ ചുമതലപ്പെടുത്തുക നിങ്ങളെ സ്പോൺസർഷിപ്പ് ഇരിക്കാനായിട്ട്. അങ്ങനെയൊന്നുമില്ലേ. പിന്നെ അങ്ങനെ അല്ല, നമ്മളെ ഇതിപ്പോ ഒരു ഗ്രീൻ ഫോൺ ചെയ്യാൻ വേണ്ടി ഇവിടെ ഈ ഭാഗവും NGO കൂട്ടസ് അവിടെ ചെയ്യാൻ വേണ്ടി ആരെങ്കിലും ചെറിയ തരുവാണെങ്കിൽ സ്പോൺസർഷിപ്പ് ആര് പറഞ്ഞു? നിങ്ങൾ ആരാ ചുമതലപ്പെടുത്തിയത്? ചുമതലപ്പെടുത്തുന്നില്ല. നമ്മളിങ്ങനെ ചുമതലപ്പെടുത്താതെ നിങ്ങൾ മേടിക്കാൻ ആരാധിയായിരുന്നു? ചുമതലപ്പെടുത്താതെ നിങ്ങളോട് മേടിക്കാൻ നിങ്ങൾക്ക് ആരാധിയായിരുന്നു? അല്ല, നമ്മളിപ്പോ ആരെയും തരുമ്പോ വാങ്ങുമല്ലോ. അങ്ങനെ മേടിക്കാൻ പാടില്ലല്ലോ. അത് കൈക്കൂലിയാണ് എന്റെ പേര് പറഞ്ഞത്. ഞാനത് കൊടുക്കുകയും ചെയ്തത് വാങ്ങിച്ചു. എന്തോന്നാ നിതീഷ കിടന്നു മറിയണോ കാര്യങ്ങൾ ഉള്ള കാര്യം നിതീഷ് പറഞ്ഞു. ഇവിടുത്തെ ഇത് പുറത്തേക്ക് വായിക്കാൻ വേണ്ടി നിതീഷ് അയാളോട് ഇങ്ങനെയൊക്കെ സ്പോൺസർ പിടിച്ചിട്ടുണ്ടല്ല ജിജോടെ വാടിയിരുന്നല്ല. ഇതേമാതിരി മുമ്പ് പ്രശ്നം ഉണ്ടായിട്ടില്ലേ? ചോദിച്ചപ്പോ കിടന്ന് ഉരുളണ എന്താണ്? കുമാർ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ശ്യാമയെ അവസാനം അദ്ദേഹം സമ്മതിച്ചോ അത് കൈക്കൂലി ആയിരുന്നുള്ളത്, അതോ വേറെ എന്തെങ്കിലും 8000 രൂപ വാങ്ങിച്ചാണോ? ഒരു നിരപരാധി മനുഷ്യനെ ക്രൂശിക്കാൻ പാടില്ല എന്നതുകൊണ്ടാണ്, നിരപരാധിയാണോ എന്ന് എനിക്കറിയില്ല ഞാൻ പറയുന്നത്. SKN ഈ സെക്രട്ടറിയുടെയും കൗൺസിലർമാരുടെയും ഒക്കെ മുന്നിൽ വെച്ച് അവസാനം സമ്മതിക്കുന്നുണ്ട്. ആരും പറയാതെ പണം വാങ്ങി എന്നുള്ളത് മാത്രമല്ല, അത് കൈക്കൂലി ആയിരുന്നു എന്നുള്ളത്. അതിനുശേഷമാണ് പിന്നീട് ആ പണം തിരിച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഇതേ ആളിനെതിരായിട്ട് നേരത്തെയും ഹെൽത്തിൽ നിരവധി പരാതികൾ ഉൾപ്പെടെ ഉയർന്നിരുന്നു. ഇത്തവണ തന്നെ ആദ്യം ഈ റെസിഡൻഷ്യൽ പെർമിറ്റ് നൽകാമെന്ന് പറഞ്ഞാണ് ഒരു വീട്ടുകാരനിൽ നിന്ന് ആദ്യം 3000 രൂപ വാങ്ങുന്നത്. പിന്നീട് ആ പണം പോരാ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി 5000 രൂപ ഗൂഗിൾ പേ ചെയ്താണ് ഇയാൾ വാങ്ങിയത്. ഇതൊന്നും നഗരസഭയോ സെക്രട്ടറിയോ അങ്ങനെ ആരും ചുമതലപ്പെടുത്താതെയാണ് ഈ വ്യക്തി, അതായത് ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിരുന്ന ഈ വ്യക്തി ഈ പണം വാങ്ങിയെടുക്കുന്നത്. പിന്നീട് ഈ പരാതിക്കാരൻ പൈസ കൊടുത്തിട്ടും തനിക്ക് ആ സേവനം ലഭിച്ചില്ല എന്ന് പറഞ്ഞ് നഗരസഭയിൽ എത്തിയതോടെയാണ് ഈ വിവരം പുറത്തറിയുന്നത്. ഉടനെ തന്നെ കൗൺസിലർമാരും സെക്രട്ടറിയും അടക്കം ഇയാളെ വിളിച്ച് സംസാരിച്ചു, പണം തിരികെ കൊടുത്തു. പക്ഷേ കൈക്കൂലി വാങ്ങിയ വിവരം സെക്രട്ടറി മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സ്വാഭാവികമായും അച്ചടക്ക നടപടി വരേണ്ട, സസ്പെൻഷനിൽ പോകേണ്ട, വകുപ്പ് തല നടപടികൾ വരേണ്ട ഒരു കുറ്റകൃത്യമാണ് ആ ഉദ്യോഗസ്ഥൻ ചെയ്തിരിക്കുന്നത്. ഒരു സാധാരണക്കാരന് ഒരു സേവനം, ഇല്ലാത്ത സേവനം നൽകാമെന്ന് പറഞ്ഞ് വഞ്ചിച്ച് പണം വാങ്ങി, കൈക്കൂലി വാങ്ങി എന്ന് തന്നെയാണ് പറയുന്നത്. സംസ്ഥാന വിജിലൻസ് അടക്കം ഈ വിഷയം ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാൾക്കെതിരായിട്ട് ആ സെക്രട്ടറി തന്നെ ആ വീഡിയോയിൽ പറയുന്നുണ്ട്, മുൻപും പലതവണ ഇത്തരം ക്രമക്കേടുകളിൽ നിങ്ങൾ പെട്ടപ്പോൾ ഞങ്ങൾ രക്ഷിച്ചു. അതായത് മുൻപും കൈക്കൂലി വാങ്ങിയപ്പോൾ സംരക്ഷിക്കപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ആ തണൽ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും കൈക്കൂലി വാങ്ങിയിരിക്കുന്നത്. അത് സമ്മതിക്കുന്നതും ഉദ്യോഗസ്ഥരുടെയും ആ നഗരസഭയിലെ സെക്രട്ടറിയുടെയും മുന്നിലാണ്. പക്ഷേ ഇപ്പോഴും അതേ ഉദ്യോഗസ്ഥൻ അതേ നഗരസഭയിൽ തുടരുന്നു.